ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സോക്രട്ടീസ് ജയിൽവാസം അനുഭവിക്കുന്ന സമയം സോക്രട്ടീസിന്റെ പ്രിയ ശിഷ്യനായ ക്രിറ്റോ അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. രാത്രിയുടെ മറപറ്റി തീരത്തണയുന്ന ഒരു കപ്പലിലേക്ക് സോക്രട്ടീസിനെ ജയിലിൽ നിന്ന് ഒളിച്ചു കടത്തുക. തുടർന്ന് രാത്രി തന്നെ അന്യദേശത്തേക്ക് കുതിക്കുന്ന കപ്പലിൽ തന്റെ ഗുരുവിനെ മറ്റൊരു നാട്ടിലെത്തിച്ച് ഗ്രീക്കുകാരുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തെ എന്നേക്കുമായി രക്ഷപ്പെടുത്തുക. ഇതായിരുന്നു ക്രിറ്റോയുടെ പരിപാടി. ഇതിനായി ജയിലിലെ കാവൽക്കാർക്ക് കൈക്കൂലി കൊടുത്ത് അവരെയും അദ്ദേഹം വശത്താക്കിയിരുന്നു. സത്യാന്വേഷിയും മനുഷ്യസ്നേഹിയുമായ സോക്രട്ടീസിനെ അന്യായമായി വധശിക്ഷയ്ക്ക് വിധിച്ച ഭരണാധികാരികളെ കബളിപ്പിക്കാൻ തെറ്റായ മാർഗങ്ങൾ അവലംബിക്കുന്നത് തീർത്തും ശരിയാണെന്നായിരുന്നു ക്രിറ്റോയുടെ വിശ്വാസം. പദ്ധതി ഒരു പിഴവും വരാതെ ആസൂത്രണം ചെയ്ത ശേഷം സോക്രട്ടീസിന് വിവരം ധരിപ്പിക്കാൻ ജയിലിലെത്തിയ ക്രിറ്റോ കണ്ടത് അദ്ദേഹം ശാന്തമായി ഉറങ്ങുന്നതാണ്. മരണം തൊട്ട് മുമ്പിലെത്തി നിന്നിട്ടും സമാധാനത്തോടെ ഉറങ്ങുന്ന ഗുരുവിനെ കണ്ട് ക്രിറ്റോ ആശ്ചര്യപ്പെട്ടു. പക്ഷെ ഗുരു ഉണരുന്നത് കാത്തു നിൽക്കാൻ സമയമില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ക്രിറ്റോ സോക്രട്ടീസിനെ വിളിച്ചുണർത്തി ഗുരുവിനെ രക്ഷപ്പെടുത്താൻ താൻ ആസൂത്രണം ചെയ്തിരിക്കുന്ന പദ്ധതികൾ വിശദീകരിച്ചു. സോക്രട്ടീസ് ശാന്തമായി എല്ലാം കേട്ടു. കൈക്കൂലി കൊടുത്ത് രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് സോക്രട്ടീസ് പറഞ്ഞു. ഇങ്ങനെ രക്ഷപ്പെടുന്നത് താൻ മുറുകെ പിടിച്ച തത്വങ്ങളെ ബലി കഴിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. അതേസമയം അധികാരികളുടെ അധാർമികമായ ഒരു നടപടിക്ക് മുമ്പിൽ തല കുനിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് ക്രിറ്റോയും എതിർവാദം നിരത്തി. ഒടുവിൽ തന്നെ കൊലപ്പെടുത്തുന്നത് അധാർമികമാണെങ്കിലും തിന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് എന്നൊരു ചോദ്യം സോക്രട്ടീസിൽ നിന്ന് ഉയർന്നു. ക്രിറ്റോയ്ക്ക് അതിന് മറുപടി ഉണ്ടായില്ല. അങ്ങനെ സോക്രട്ടീസ് വിധിയെ ധൈര്യപൂർവ്വം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ക്രിറ്റോ നിരാശയോട് ജയിലർ വിട്ടു. സോക്രട്ടീസിനെ കൂടാതെ കപ്പൽ തീരം വിട്ടു. സോക്രട്ടീസ് മരണത്തിന് മുമ്പ് അധികാരികളോട് പറഞ്ഞു, നിങ്ങളെക്കാൾ ഞാൻ ദൈവത്തെ അനുസരിക്കും. എനിക്ക് പലതവണ മരിക്കേണ്ടി വന്നാലും ഞാൻ സത്യത്തിന്റെയും ധാർമ്മികതയുടെയും മാർഗത്തിൽ നിന്ന് മാറുകയില്ല. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഇത് തന്നെയാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. പക്ഷേ തിന്മയെ തിന്മ കൊണ്ടല്ല നന്മ കൊണ്ട് എതിർക്കുവാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. പഴയ കാലത്തെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന മൊഴികൾ തിരുത്തുന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ മറക്കാതിരിക്കാം. ലക്ഷ്യം പോലെ തന്നെ മാർഗവും പ്രധാനമാണ്. പകരത്തിന് പകരം ചെയ്യാൻ വിളിക്കപ്പെട്ടവരല്ല, നന്മ കൊണ്ട് ലോകം കീഴടക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് നാം എന്ന ബോധം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും.